രണ്ട് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. 2 Corinthians chapter 10 verses 6. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന സന്ദേശം തികഞ്ഞ അനുസരണത്തെക്കുറിച്ചാണ്. തികഞ്ഞ അനുസരണം, പെർഫെക്റ്റ് ഒബീഡിയൻസ്. ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തികഞ്ഞ അനുസരണമാണ്. ഒരു പിതാവാണ് നിങ്ങളെങ്കിൽ, ഒരു മാതാവാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ മക്കൾ അനുസരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദോഷികളായ നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗസ്നായ പിതാവ് എത്രയധികം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തികഞ്ഞ അനുസരണമുള്ള ഒരു ദൈവത്തിലായി നമ്മെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിനെക്കുറിച്ച് മുന്നോട്ട് കാര്യമായി പറയാൻ ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഏതനുസരണമാണ്? അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ ഇങ്ങനെ വായിക്കാൻ പറ്റും: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം ആരോടായിരിക്കണം? ക്രിസ്തുവിനോടുള്ള അനുസരണം. അപ്പൊ ഞാനത് ഒന്നുകൂടെ ചേർത്തത് വായിക്കുകയാണ്. നിങ്ങളുടെ ക്രിസ്തുവിനോടുള്ള അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിനോട് അനുസരണം പറയുമ്പോൾ തന്നെ 2 വിഭാഗം ആളുകളെ കാണാൻ കഴിയും. ഒന്ന്, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും ക്രിസ്തുവിനെ അനുസരിക്കാത്തവരും. എന്നാൽ മൂന്നാമതൊരു ഭാഗം കൂടെ ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും ബാക്കി പലരെ അനുസരിക്കുന്നവരും. ഈ 2-ാം ഭാഗവും 3-ാം ഭാഗവും പരാജയമാണെന്ന് വചനം നമ്മളെ ഉടനീളം പഠിപ്പിക്കുന്നു. നിങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ക്രിസ്തുവിനോടുള്ള അനുസരണം തികഞ്ഞു വരണം. കർത്താവ് പറഞ്ഞതിന് വിരോധമായി ആരെന്ത് പറഞ്ഞാലും അതനുസരിപ്പാൻ നമ്മൾക്ക് ബാധ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് ദൈവജനം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനുള്ള ഭാഗമാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതനുസരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല. അത് വചനപ്രകാരമാണോ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയും അത് അനുസരിക്കേണ്ടത് അനുസരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തികഞ്ഞ ഒരു അനുസരണമാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നം, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അനുസരിക്കും, നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ അനുസരിക്കുകയില്ല. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ പോലും ഇഷ്ടമില്ലാത്തത് നമ്മൾ അനുസരിക്കുകയില്ല. സ്തോത്രം. രണ്ടാമത്, അനുസരണത്തിന് നമ്മളൊരു പരിധി വച്ചിരിക്കും. സ്തോത്രം. ഇതിൽ കൂടുതൽ അനുസരിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതുകൊണ്ടൊന്നും തികഞ്ഞ അനുസരണം കടന്നു വരികയില്ല. ക്രിസ്തുവിനോടുള്ള തികഞ്ഞ അനുസരണമാണ് നിങ്ങളെ ശത്രുവിനോട് പ്രതികാരം ചെയ്ത് നിങ്ങളെ ജയാളിയാക്കി മാറ്റുന്ന. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറയുവാൻ കാരണം? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എഫേഷ്യൻസ് chapter 2 verses 2. ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് ഒരു സമയത്ത് നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. ആരായിരുന്നു? അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ അങ്ങോട്ട് പോകണം. ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പോടാന്ന് പറയാം. അവനിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. സ്തോത്രം എന്ന് പറഞ്ഞ അവസ്ഥയാ. ഒരു സമയത്ത് നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മെ അതിൽ നിന്ന് വിടുവിപ്പാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി. അപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ നിന്ന് അനുസരണത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ ആദ്യം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്തു? നടത്തി. ആദ്യം നമ്മൾ എതിലേക്ക് നടത്തി? വിശ്വാസത്തിലേക്ക് നടത്തി. നമ്മൾ എവിടെ കൊണ്ടുപോകാൻ പോവുക? തികഞ്ഞ അനുസരണമുള്ള ഒരു മകനാക്കി മാറ്റാൻ പോകുക. ആദ്യം നമ്മൾ ആരായിരുന്നു? അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. അനുസരണത്തിന്റെ മക്കളായി മാറ്റേണ്ടതിന് ആദ്യം പിതാവ് നമ്മെ ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നടത്തി. സ്തോത്രം. റോമാലേഖനം 1:6 വായിക്കുന്നു. റോമൻസ് 1:6. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ ആ, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വിശ്വാസത്തിൽ എന്ത് വരുത്തണം? അനുസരണം വരുത്തേ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ആദ്യം വരേണ്ടത് എന്താണ്? അനുസരണം. അനുസരണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവൻ ആദ്യം ചെയ്യേണ്ടത് അനുസരിക്കുകയാണ്. അവൻ പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ ഖജാൻജിയാക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ സെക്രട്ടറി ആക്കുകയല്ല ചെയ്യേണ്ടത്. വിശ്വാസത്തിലേക്ക് ഒരുത്തം വന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് വിശ്വാസത്തിന് എന്ത് വരുത്തണം? അനുസരണം വരുത്തണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എന്തിലേക്ക് നടത്തി ദൈവം? അനുസരണക്കേടിന് മക്കളിൽ നിന്ന് ദൈവത്തിന്റെ മകനാകാൻ അധികാരം തന്ന ശേഷം, വിശ്വാസത്തിനോട് അധികാരം തന്ന ശേഷം നമ്മെ അനുസരണത്തിലേക്ക് നടത്തി. ഓരോ ദിവസവും ദൈവം പരിശോധിക്കുന്നു, ഞാനും നീയും അനുസരിക്കുമോ? ഓരോ നിമിഷവും ദൈവം പരിശോധിക്കുന്നു, ഞാനും നീയും അനുസരിക്കുമോ? എന്തിനു വേണ്ടി? എന്നിലും നിന്നിലും ഒരു തികഞ്ഞ അനുസരണം കാണുവാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് ആ സങ്കടം മനസ്സിലാകണമെങ്കിൽ ഒരു മാസം മുഴുവൻ ജോലി ചെയ്ത ശേഷം നിങ്ങളുടെ 50 കേടി കട്ട് ചെയ്തിട്ട് ശമ്പളം വന്ന് എങ്ങനെ ഇരിക്കും? നിങ്ങൾ പറയും സ്തോത്രം, കർത്താവ് എടുത്തെന്ന് പറയും, തന്നു പറയൂ. അടുത്ത മൊമെന്റിൽ മാനേജർ എടുത്ത് പറയും, നോക്കിക്ക് 30 ദിവസം 25 ദിവസം ഞാൻ വർക്ക് ചെയ്താ എൻ്റെ 50 കേടി പോയിരിക്കുന്നു, എനിക്ക് വരേണ്ട തികഞ്ഞ സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത കാര്യം പറയട്ടെ, നീ തികഞ്ഞ ജോലി ചെയ്തിട്ടില്ലെങ്കിലും തികഞ്ഞ സാലറി തരുന്ന ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നീ യോഗ്യതയില്ലാതിരുന്നിട്ടും സകല നന്മകളാലും നടത്തുന്ന ദൈവത്തിന് ഇന്ന് പകൽ അറിയാതെ ഒരു മഹത്വം കൊടുക്കണം. പക്ഷേ ഇന്ന് പകൽ നീ ഓർത്തോണം, എന്നാലും ദൈവത്തിന് നിന്നെ വിടുവാൻ മനസ്സില്ല. ആമേ, അവൻ വരുമ്പോൾ തികഞ്ഞ അനുസരണമുള്ളവനായി നിന്നെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരോടുള്ള അനുസരണമാ? ക്രിസ്തുവിനോടുള്ള അനുസരണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചോദ്യം, അനുസരണം, സ്തോത്രം, എന്തൊക്കെ അനുസരിക്കണം? യാക്കോബിൻ ലേഖനം 2:10 ജെയിംസ് 2:10. നടന്നിട്ടും ആ, ഒന്നിൽ തെറ്റാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം ഈ വചനം മുഴുവൻ നിനക്ക് മനസ്സിലായെങ്കിൽ അത് മുഴുവനും നീ അനുസരിക്കണം. 10 കാര്യമേ മനസ്സിലായിട്ടുള്ളെങ്കിൽ 10 കാര്യവും അനുസരിക്കണം. 100 കാര്യമാണ് മനസ്സിലാക്കിയെങ്കിൽ 100 കാര്യവും നീ അനുസരിക്കണം. സ്തോത്രം. വചനം വായിക്കണം, നീ അനുസരിക്കണം. പ്രാർത്ഥിക്കണം, നീ അനുസരിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് പോകണം, അനുസരിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം, അനുസരിക്കണം. ഇതെല്ലാം നീ അനുസരിക്കണം. മനസ്സിലായത് മുഴുവൻ നീ അനുസരിക്കണം. അതാണ് തികഞ്ഞ അനുസരണം. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഇതിലെന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യും? അനുസരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തത് അനുസരിക്കുകയില്ല. ഒരു കാര്യം ഓർത്തോണം, പെട്ടെന്നൊരു ഉദാഹരണം ഓർമ്മ വരിക. ഞങ്ങളുടെ ഒരു പഴയ മാനേജര്, ദൈവത്തിന് സ്തോത്രം, 100 കേടിയുള്ളവനും 100 കേടിയുള്ളവനും ശമ്പളം ഉള്ളവൻ്റെ 5 കേടിയും 10 കേടിയും കടം മേടിച്ച് തിരിച്ചു കൊടുക്കുകയില്ല. പുള്ളിക്ക് 2500 കേടിക്ക് ശമ്പളമുണ്ട്, തിരിച്ചു കൊടുക്കുകയില്ല. ഈ പാവപ്പെട്ടവർക്ക് പേടിയാ. സ്തോത്രം, ആമേൻ. അവർ മിണ്ടാതിരിക്കും. പക്ഷെ ദൈവം പൊട്ടനല്ലല്ലോ. സ്തോത്രം. അദ്ദേഹം വണ്ടി ഓടിച്ചു വരുന്ന വഴിയിൽ
80 കിലോമീറ്റർ സ്പീഡ് അദ്ദേഹം വിചാരിച്ചു ഇതിൽ 120 ഓർത്തുകൊണ്ട് 110 ഇങ്ങനെ ചവിട്ടി ചവിട്ടി വന്നു. സ്തോത്രം. 3-ാം വർഷം വന്നപ്പോഴത്തേക്കും താണ്ട 1-ാം വർഷം 600 കേടി, 2-ാം വർഷം 610 കേടി, 3-ാം വർഷം വീണ്ടും 600 കേടി. ഇത് അടച്ചത് ഞാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ചെയ്തില്ലെങ്കിൽ നീ അറിയാത്ത വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്റെ സമയങ്ങളെ കൊടുത്തില്ല എങ്കിൽ, കർത്താവിന് നിന്റെ ആരോഗ്യം കൊടുത്തില്ല എങ്കിൽ, നീ അറിഞ്ഞത് സത്യത്തിന് വേണ്ടി നിലകൊണ്ടില്ല എങ്കിൽ, ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറു വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. അപ്പൊ എന്താണ് അനുസരണം? അറിഞ്ഞത് മുഴുവൻ അനുസരിക്കുക. നമ്മളെല്ലാം അറിഞ്ഞു നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ബൈബിൾ 100% ആർക്കും അറിഞ്ഞുകൂടാ. നിനക്ക് എന്തെല്ലാം ബോധ്യമായോ അത് നീ പൂർണ്ണമായും അനുസരിക്കുക. സ്തോത്രം. ഇതാണ് അനുസരണത്തിന് 1-ാം ഘട്ടം. 2-ാം ഘട്ടം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ ഒന്ന് വായിച്ചേ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 6 മുതൽ 8 വരെ ഒന്ന് വായിച്ചേ. 6 to 8. God bless you. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവരൂപത്തിലിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി എന്ന് പറഞ്ഞാൽ പുത്രനായ യേശുവിന്റെ ആരംഭ സമയം തൊട്ട് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആരംഭം മുതൽ ക്രൂശ് മരണത്തോളം അവസാനം വരെയും അവൻ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണത്തിൽ 1-ാം ഭാഗം അറിഞ്ഞത് നീ അനുസരിക്കുക മാത്രമല്ല, എപ്പോൾ വരെ അനുസരിക്കണം? നീ വീണ്ടും ജനനം പ്രാപിച്ച നിമിഷം മുതൽ നിന്റെ ഭൂമിയിലെ അവസാന നിമിഷം വരെയും നീ അനുസരിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം, സ്തോത്രം. പെന്തിക്കോസ്തർക്ക് പറ്റിയ പ്രശ്നം ആദ്യമൊക്കെ ഭയങ്കര അനുസരണമായിരുന്നു. പിന്നെ ഇവിടെ വേറെ യേശു എൻ്റെ പോക്കറ്റ് ഇരിക്കുകയെന്ന് എന്ത് തോന്നിവാസം ഇവർ ചെയ്യും. എൻ്റെ പോക്കറ്റ് ഇരിക്കുക. സ്തോത്രം. എന്തും ചെയ്യാനുള്ള ലൈസൻസ് തന്നിരിക്കുക. കുഴിയിലേക്കുള്ള ഓട്ടമാ, അഹങ്കാരത്തിൻ്റെ ഓട്ടമാ. പറഞ്ഞു തന്നെത്താൻ താഴ്ത്തി എൻ്റെ പോക്കറ്റിലല്ല, ആമേൻ, ഉടയവൻ എനിക്ക് വേണ്ടി ചെയ്ത കൃപകളെ ഓർത്ത് ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ച നിമിഷം മുതൽ നിന്റെ അവസാന നിമിഷം വരെയും അനുസരണത്തിലെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും സമയത്ത് മീറ്റിങ്ങിന് വരണം. ഞാനൊന്നും പറയുകയില്ല, മാർക്കിട്ടുകൊണ്ടിരിക്കുക. നിന്റെ അനുസരണം എന്ന് തികഞ്ഞു വരും, എന്ന് തികഞ്ഞു വരും. നീ ഒന്ന് വചനം വായിക്കണം, അനങ്ങുകയില്ല, മാർക്കിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, നിന്നെ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി ഞാൻ കാണുന്നു. സ്തോത്രം. തികവ് ഞാൻ കാണുന്നില്ല, നിന്നിൽ കുറവാണ് ഞാൻ കാണുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി നീ കണക്ക് കൊടുത്തോണം. ആരും വരത്തില്ല നിന്നോട് കൂടെ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി നീ കണക്ക് കൊടുക്കണം. ആരും കാണുകയില്ല. സ്തോത്രം. അങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ അവർ അനുസരണമുള്ളതായി തീർന്നത് കൊണ്ട് അടുത്ത വാക്യം പറയുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം ആർക്ക് നൽകി? അനുസരിക്കുന്നവന് നൽകി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ കമ്പനിയിൽ ചെറിയ ജോലി ചെയ്യുന്നവനായിക്കോട്ടെ, നിന്റെ കുടുംബത്തിൽ ഏറ്റവും സാമ്പത്തികമായി താണവനായിക്കൊള്ളട്ടെ, ആമേൻ, നിനക്ക് പറയുവാൻ ആമേൻ പ്രശംസിക്കാൻ ഒന്നുമില്ലാതിരുന്നുകൊള്ളട്ടെ, എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നവനാണെന്നെങ്കിൽ ആമേൻ, സ്വർഗീയ പിതാവ് പറയുന്നു, മറ്റു മനുഷ്യരെക്കാൾ, നിന്റെ സഹോദരങ്ങളെക്കാൾ, നിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെക്കാൾ ശ്രേഷ്ഠമായി ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആരെ കണ്ടുകൊണ്ടിരിക്കുന്നു? പാസ്റ്ററെ അല്ല, സെക്രട്ടറി അല്ല, ഖജാഞ്ചി അല്ല, അവസാനത്തോളം അനുസരിപ്പാൻ മനസ്സുള്ളവനെ, മനസ്സിലായത് മുഴുവൻ അനുസരിപ്പാൻ മനസ്സുള്ളവനെ ശ്രേഷ്ഠനെന്ന് പിതാവ് എണ്ണുന്നു. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടുന്ന് ആരംഭിച്ചത് അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു നമ്മൾ. എന്തെങ്കിലും അനുസരിക്കാതിരുന്നെങ്കിൽ ഓർത്തോണം, പപ്പ അടുത്ത് വന്നിരിപ്പുണ്ട്, പഴയ പപ്പ. നീ പെരയ്ക്കകത്ത് അനുസരിക്കാതിരിക്കുമ്പോൾ പെരയ്ക്കകത്ത് പഴയ പപ്പ വന്നിരിപ്പുണ്ട്. ജോലിസ്ഥലത്ത് അനുസരിക്കാതിരിക്കുമ്പോൾ ജോലിസ്ഥലത്തിന്റെ പഴയ പപ്പ വന്നിരിപ്പുണ്ട്. നിന്റെ കൂടെ പഴയ പിതാവ് ഇരിപ്പുണ്ട്. എന്നാൽ തികഞ്ഞ അനുസരണം അവനെ ചവിട്ടി പുറത്താക്കി ആമേൻ സകല അനുസരണക്കേടിനും നിന്നെ കൊണ്ട് ദൈവം പ്രതികാരം ചെയ്യിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, റോമാലേഖനം 1:8. Romans chapter 1 verses 8. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. മതി, നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? സർവ്വലോകത്തിലും പ്രസിദ്ധം, സർവ്വലോകത്തിലും പ്രസിദ്ധമാകണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, റോമാലേഖനത്തിന്റെ 16:19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. നിങ്ങളുടെ അനുസരണം എല്ലായിടത്തും പ്രസിദ്ധമാകും. പ്രസിദ്ധമാകണം. അനുസരണക്കേടിന്റെ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം അനുസരണത്തിലേക്ക് നടത്തി നിന്നെ അനുസരണത്തിന്റെ മക്കളാക്കി മാറ്റിയപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ വിശ്വാസം പ്രസിദ്ധമായി തീരണം, നിന്റെ അനുസരണം പ്രസിദ്ധമായി തീരണം. എന്നാൽ ഇന്ന് ആത്മീകോളത്തിൽ എന്താ നടക്കുന്നത്? ഞങ്ങളുടെ സഭ പ്രസിദ്ധമായി തീരണം, ഞങ്ങളുടെ പാസ്റ്റർ പ്രസിദ്ധമായി തീരണം, ഞങ്ങൾ വർഷാവർഷം നടത്തുന്ന കൺവെൻഷൻ പ്രസിദ്ധമായി തീരണം. സ്തോത്രം, സ്തോത്രം. ഇതാരും മൈൻഡ് ചെയ്യുന്നില്ല, ദൈവം മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ഒരുവൻ വിശ്വാസ വീരനാകണമെങ്കിൽ അത് പ്രസിദ്ധമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് ഒരുവൻ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് പ്രസിദ്ധമാകണം ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബാക്കി പ്രസിദ്ധമാക്കാൻ ഓടുന്ന മനുഷ്യരുടെ നടുവിൽ ഞാനും നീയും പെട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകണം. എന്താണ്? ഭൂമി എന്നോട് പറയുകയാണ്, എനിക്കൊരു അപ്പനുണ്ട്. അതാണ് വിശ്വാസം. എന്താണ് അനുസരണം? സ്വർഗത്തിലെ പിതാവ് പറയാണ്, എനിക്കൊരു മകനുണ്ട്. അതാണ് അനുസരണം. സ്തോത്രം. മനസ്സിലായോ? ശ്രദ്ധിച്ചില്ല? അത് ഭൂമിയിൽ നിൽക്കുന്ന ഒരു മകൻ പറയുക, എനിക്കൊരപ്പനുണ്ട്. അതാണ് വിശ്വാസം. സ്വർഗത്തിൽ നിന്ന് അപ്പം പറയുക, എനിക്കൊരു മകനുണ്ട്. അതാണ് അനുസരണം. സ്തോത്രം. നിന്നോട് എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്ന് കോൺഫിഡൻസ് വരുമ്പോൾ സ്വർഗം തുറന്ന് പിതാവ് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് 99 അനുസരിച്ച് ഒന്ന് നിന്റെ വഴിയിലൂടെ പോകാമെന്നുള്ള നമ്മുടെ മനോഭാവം നിർത്തി നമ്മൾ പരിശോധിക്കണം. ഞാൻ പോകുന്ന വഴികൾ ദൈവത്തിന് പ്രസാദമാണോ? എൻ്റെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാണോ? എൻ്റെ ചിന്തകൾ ദൈവത്തിന് പ്രസാദമാണോ? എല്ലാ ചുവടുവെപ്പിലും ഞാൻ വാസ്തവമായി ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ പരിശോധിക്കണം. സ്തോത്രം. അപ്പോൾ മാത്രമേ അനുസരണം തികഞ്ഞു വരികയുള്ളൂ. സ്തോത്രം, സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞു തരാം. ഇതാകുന്ന വഴി എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിക്കുമെങ്കിൽ, ഈ വഴിയെ പോകണമെന്ന് കഴുതയുടെ വാ തുറക്കുമെങ്കിൽ, സ്തോത്രം, ആമേൻ, ഇതാണ് വഴിയെന്ന് തിരഞ്ഞെടുക്കാനുള്ള കൃപ നിന്റെ മേൽ പകരുമെങ്കിൽ, നീ പോകുന്ന എല്ലാ തെറ്റായ വഴികളിലും അനുസരണക്കേടിന്റെ മാർഗത്തിലും ദൈവം നിനക്ക് വാണിംഗ് തന്നിരിക്കും. നീ അതിനെ അവഗണിച്ച് മുന്നേറുമ്പോൾ നിനക്ക് അപകടമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ നിന്ന് വിശ്വാസത്തിലൂടെ അനുസരണത്തിലേക്ക്, അനുസരണത്തിന്റെ മക്കളായി മാറുവാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും പ്രസിദ്ധമാകണം, നിങ്ങളുടെ അനുസരണവും പ്രസിദ്ധമാകണം. സ്തോത്രം. എന്നാലും ഈ ദൈവവചനം കേട്ടിട്ടും ദൈവം ഇടപെട്ടിട്ടും നമ്മൾ അനുസരിക്കാതിരിക്കുന്നു. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ.
ഞാൻ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്കിഷ്ടമുള്ളത് മാത്രം നമ്മൾ അനുസരിക്കും. നമുക്കിഷ്ടമില്ലാത്ത നമ്മൾ അനുസരിക്കത്തില്ല. അത് ദൈവ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും. എന്തിനാ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ശത്രു കൊണ്ടുപോകുന്നത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു അനുസരണത്തിലേക്ക് വരണമെന്ന് ഇന്ന് പകലൊരു ചിന്ത വരികയുള്ളൂ. സ്തോത്രം. അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അനുസരിക്കാതിരുന്നുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങണം. 1 Peter chapter 3 verses 19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അനുസരിക്കാത്ത അവസ്ഥ എന്താണ്? നീ ഒരു ജയിലിൽ കഴിയുക. നീ ഒരു ജയിലിലായിപ്പോ. നീ ഒരു തടവറയിലാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കരുണ നോക്കിക്കേ, തടവറയിലും നിന്നോട് സുവിശേഷം അറിയിച്ചു. സ്തോത്രം. നിന്നെ വിടുവിപ്പാനുള്ള ആഗ്രഹം കൊണ്ട് തടവറയിലും ദൈവം നിന്നെ അറിയിച്ചു. അത് എങ്ങനെ? ഞാൻ തടവറ ഫ്രീ ആയിട്ട് നടക്കുകയാണല്ലോ. നീ ആത്മാവിലൊരു കാരാഗ്രഹത്തിലാണ്. നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിക്കുമ്പോൾ, ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടും അത് അനുസരിക്കാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ നീ ഒരു ആത്മീയ തടവറയിലാണ്. സ്തോത്രം. നീ ഒരു ജയിൽ പുള്ളിയാണ്. സ്തോത്രം. സ്തോത്രം. നീ തടവറയില. യെശയ്യാ 42:22 ഇങ്ങനെ വായിക്കുന്നു, ഇവർ മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. യെശയ്യാ 42:22. വായിച്ചു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനം, ഇത് മോഷ്ടിച്ചും കവർന്നു പോയിരിക്കുന്ന ജനം കുഴികളിൽ കുടുങ്ങിയും. കണ്ടോ, കാരാഗ്രഹങ്ങൾ അവരെന്ത് ചെയ്തു? അടയ്ക്കപ്പെട്ടു. സ്തോത്രം. അനുസരിക്കാതിരിക്കുമ്പോൾ നീ ഇരിക്കുന്ന നല്ല സോഫയിൽ, നീ ഓടിക്കുന്ന നല്ല വണ്ടി, നിന്റെ ഓഫീസ് നല്ല ചെയറിലോ, പക്ഷേ ശത്രു നോക്കുമ്പോൾ, ദൈവം നോക്കുമ്പോൾ നീ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുക. നീ അനുസരണക്കേടിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുക. നീ ഒരു ജയിൽ പുള്ളിയാ. സ്തോത്രം. നീ ഒരു കുറ്റവാളിയാ. കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്ത് സംഭവിച്ചു? 2 തിമോത്തി 2:9 വായിക്കുമ്പോൾ പറയുന്നു, ദൈവവചനത്തിന് എന്തില്ല? ബന്ധനങ്ങൾ ഇല്ല. ഭാഗം വായിച്ചു. 2 തിമോത്തി 2:9. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുമ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് എന്തില്ല? ബന്ധനങ്ങളില്ല. ദൈവജനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നീ അവസരം ഒരുക്കി കൊടുക്കുന്നെങ്കിൽ ആമേൻ, നിന്റെ ഈ ബന്ധനത്തിൽ നിന്ന്, തടവറയിൽ നിന്ന്, കാരാഗ്രഹത്തിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ യഥാർത്ഥമായി നിങ്ങളുടെ ശിഷ്യന്മാരാകും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പലപ്പോഴും ഈ വചനം വായിച്ചു, എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇന്ന് പകൽ മനസ്സിലാക്കിക്കോ, വചനം അനുസരിക്കുന്നുവെങ്കിൽ തടവറയിൽ നിന്നൊരു മോചനമുണ്ട്. സ്തോത്രം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വചനപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൽ ആത്മാവിൽ വിശ്വസിക്കുന്നു. അനുസരണക്കേടിന് തടവറയിൽ ഞാൻ മോചിക്കപ്പെട്ടു. പക്ഷേ വീണ്ടും അനുസരണക്കേടിന്റെ ആത്മാവിനാൽ അവൻ നമ്മെ നിറയ്ക്കുവാൻ നോക്കുമ്പോൾ നമുക്കൊരു വാണിംഗ് ദൈവം തന്നിരിക്കുന്നു. ഗലാത്യലേഖനം 5:1 പറയുന്നു, അടിമ നുകത്തിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. എങ്ങനെ സ്വതന്ത്രരാക്കി? വചനത്തിലൂടെ ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. സത്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി മാറി. എന്നാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അനുസരണത്തിൽ ഉറച്ചു നിൽപ്പീൻ. അനുസരണക്കേടിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, അവനെ അനുസരിപ്പീൻ. എന്നിട്ട് പിന്നെയും അടിമ നുകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്തിനു വേണ്ടിയാ ഇവന് ഇത് ചെയ്യിക്കുന്നു വെച്ചാൽ,
നീ സ്നാനപ്പെട്ടാലും കൊള്ളാം, നീ വേർപെട്ടാലും കൊള്ളാം, നീ ഏറ്റവും കൂടുതൽ ദശാംശം ഇടുന്നാളും കൊള്ളാം, നീ സഭയുടെ സെക്രട്ടറി ആണെങ്കിലും കൊള്ളാം, നീ സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, അനുസരണക്കേടിന്റെ അംശം വെച്ചേക്കെന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും സന്തോഷമാണ്. കാരണം യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ 1-ാം അധ്യായം അതിന് 5-6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അന്ന് വായിച്ചേ. അത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുസരിപ്പാൻ ഒരു മനസ്സുണ്ടാകേണ്ടത്. യൂദായുടെ ലേഖനം 1 അധ്യായമേ ഉള്ളൂ, അതിന്റെ 5-6 വാക്യങ്ങൾ. ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെല്ലാം അറിഞ്ഞവരാണ്, സകലം ഒരിക്കൽ അറിഞ്ഞവരെങ്കിലും ഇനി നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, മിസ്രൈമിൽ നിന്ന് കർത്താവ് ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ, അനുസരിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പോൾ അനുസരണക്കേട് വന്നാൽ 1, നീ നശിക്കും. സ്തോത്രം. 2, തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ട് അനുസരിക്കാതിരുന്ന സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ആ ഒടുക്കത്തെ ന്യായവിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ ആമേൻ എന്നേക്കും ആർക്കും വിടിയിപ്പാൻ കഴിയാത്ത എന്നേക്കുമുള്ള ചങ്ങലയിട്ട് ആ ന്യായവിധിയിൽ നാശത്തിന്റെ പടുകുഴിയിലേക്ക് നിന്നെ വലിച്ചെറിയുവാൻ വേണ്ടി അനുസരണക്കേടിനെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ തിരികി എന്നേക്കുമുള്ള ന്യായവിധിയിൽ നാശത്തിന് വേണ്ടി നീ ഞാനും കാത്തിരിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നത് കൊണ്ട് അനുസരണക്കേടിന്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനും പോകും, പത്രോസ് ഉണ്ടാവും, പൗലോസ് ഉണ്ടാവും, ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ നീ എവിടാ? എന്നേക്കുമുള്ള ചങ്ങലയിൽ. അന്നോട് വായിച്ച ആ ഭാഗം ഒന്ന് വായിച്ച സിസ്റ്ററെ. വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ, മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങല. എന്നേക്കുമുള്ള ചങ്ങല അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതാ. നീ അറിയാതെ അനുസരണക്കേടിനെ ആത്മാവിൽ വീണ്ടും അന്ധകാരത്തിലേക്കും എന്നേക്കുമുള്ള ന്യായവിധിക്കായി നിന്നെ സൂക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അനുസരണക്കേടിൽ നമുക്ക് പുറത്തു വരണം. ഇല്ലെങ്കിൽ ഇവിടെ കിടക്കും നമ്മൾ. ഇതിന്ന് പകൽ തിരിച്ചറിയേ. ആമേൻ. മനസ്സിലായതനുസരിക്ക് മരണം വരെ അനുസരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നമുക്കറിയത്തില്ല. മനസ്സിലായത് മുഴുവൻ നീ അനുസരിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടി. ഇല്ലെങ്കിൽ കർത്താവ് ന്യായാധിപനായവൻ ന്യായം വിധിക്കുമ്പോൾ, ന്യായത്തോടെ നോക്കുമ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളെ എന്നേക്കുമുള്ള ചങ്ങലക്കിട്ട് ആ ന്യായവിധി നാളിൽ, നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം, സ്തോത്രം. ഇതുകൊണ്ടാണ് അനുസരണക്കേട് നമുക്ക് തരുന്നത്. ചോദിക്കുന്നത് സമയമില്ല. അയ്യോ, അത് എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. ഏതാ? സ്തോത്രം. ഞാൻ ബാക്കി പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. 1 പത്രോസ് 2:8 വായിച്ചേ. എന്തുകൊണ്ട് അനുസരണക്കേടിന്റെ നമ്മുടെ അവസ്ഥ ഒന്നുകൂടെ അടുത്തൊരു ഭാഗം കാണാൻ പറ്റും. വചനം അനുസരിക്കാത്തവർ എന്ത് ചെയ്യുന്നു? ഇടറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാം ഒരു പരാതിയുണ്ട്. കർത്താവേ, ചില സമയങ്ങളിൽ എനിക്ക് നല്ല ആത്മീയ അനുഭവമുണ്ട്. അല്പം കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു, വചനധ്യാനം കുറഞ്ഞു പോകുന്നു, ആത്മീയ എരിവ് കുറഞ്ഞു പോകുന്നു. സ്തോത്രം, ആമേൻ, സ്തോത്രം. സഭയുടെ കുറവോ പാസ്റ്റർ കുറവോ ഒന്നുമല്ല. ആമേൻ. വചനം അനുസരിക്കാകിയാൽ നിന്റെ അനുഭവത്തിൽ നിന്ന് നീ ഇടറിപ്പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു സ്റ്റേബിൾ സ്പിരിച്വൽ ലൈഫ് അവൻ നിനക്ക് തരത്തില്ല. നീ വചനത്തിൽ ഉറച്ചു നിന്ന് ശക്തനായി മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നീ വചനം അനുസരിക്കേണ്ട, ക്രിസ്തുവിനോട് അനുസരണം നിനക്ക് വേണ്ട. സ്തോത്രം. അപ്പൊ നീ എന്ത് ചെയ്യുന്നു? അവർ ഇടറിപ്പോകുന്നു. സ്തോത്രം. ഇതിനെക്കുറിച്ച് യേശുവിന് വളരെ കൺസേൺ ആയിരുന്നു. യോഹന്നാൻ 16:1 പറയുന്നു, ആ വാക്യം വായിച്ച്, ജോൺ 16:1, നിങ്ങൾ ഇടറി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചിരിക്കുന്നു. ഞാനിത് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ഇടറി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നോക്കിക്കേ, ഇടറി പോകരുത്. മർക്കോസ് 14:27 വായിച്ചേ.
കർത്താവ് നമുക്ക് വാണിംഗ് തരികയാണ്. യേശു അവരോട്, യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വചനം അനുസരിക്കാത്തത് കൊണ്ട്, ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഇടറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, വചനം അനുസരിക്കുന്നത് എന്താന്ന് പറഞ്ഞു? പാറപ്പുറത്ത് വീട് പണിയുന്ന ബുദ്ധിമാനോട് തുല്യം. കാറ്റടിച്ച്, കൊടുങ്കാറ്റടിച്ച്, വെള്ളം പൊങ്ങി എല്ലാം വന്നു, പക്ഷേ ആ ഭവനം വീണുപോയില്ല. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. വചനം അനുസരിക്കാത്തത് കൊണ്ട് ഇടറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 20-21 വായിച്ചേ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളോ അവ വചനം കേൾക്കുമ്പോൾ ഇപ്പോ നിങ്ങൾ കൈക്കൊള്ളുന്ന പോലെ സന്തോഷത്തോടെ എന്ത് ചെയ്യും? കൈക്കൊള്ളും. എന്നിട്ട് അല്പം കഴിയുമ്പോൾ, ഇപ്പൊ മണി 11, 1 മിനിറ്റായി, 12 മണി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ കേട്ടത് എന്താന്ന് ചോദിച്ചാൽ, പിന്നെ വചനം ഏതാ, കുറിവാക്യം ഏതാ, ഇപ്പൊ സന്ദേശം ചോദിച്ചാൽ ആർക്കും അറിയില്ല. കാരണം സന്തോഷത്തോടെ കൈക്കൊള്ളും, പക്ഷേ വേരില്ലാത്തത് കൊണ്ട്, ഇതകത്ത് വീഴാൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, ഈ വചനം എന്നിൽ ക്രിയണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട്, ഒരു ചടങ്ങ് പോലെ വന്ന് മടങ്ങി പോകുന്നത് കൊണ്ട്, ആമേൻ, അല്പം കഴിയുമ്പോൾ 12 മണി കഴിയുമ്പോൾ തീർന്നു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഇവിടെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നെങ്കിൽ ഇത് കൈക്കൊള്ളണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണെന്ന് മറന്നു പോകരുത്. നീ മറക്കണമെന്നുള്ളത് പിശാചിന്റെ ആഗ്രഹമാണെന്ന് മറന്നു പോകരുത്. ഇത് രണ്ടും കൂടെ ഓർത്താൽ മാത്രമേ ഇത് റിസീവ് ചെയ്യുകയും നിനക്കതിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. സന്തോഷത്തോടെ കൈക്കൊള്ളും, പക്ഷേ അനുസരിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് അല്പം കഴിയുമ്പോൾ ക്ഷണികന എന്ത് ചെയ്യും? സ്തോത്രം, ഇടറിപ്പോകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്തിനാ അവൻ ഇടർച്ച വരുത്തുന്നത്? അതുകൂടെ പഠിക്കണമല്ലോ. ആദ്യം എന്ത് പറഞ്ഞു? എന്നേക്കുമുള്ള ചങ്ങലയ്ക്കായിട്ട് സൂക്ഷിക്കും. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ച്. എന്താണ് ഇടറിപ്പോയ സംഭവിക്കുന്നത്? 2 Peter chapter 1 verses 11. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സ്തോത്രം. ഇടറിപ്പോകാതിരിക്കുമെങ്കിൽ എവിടെ കയറാൻ പറ്റും? നിത്യരാജ്യത്തിലേക്ക് ഒന്ന് കയറാൻ പറ്റും. ഇടറിപ്പോയാൽ അവിടേക്കുള്ള പ്രവേശനം അവസാനിക്കും. നോക്കിക്കേ, ചെറിയ അനുസരണക്കേടിലോ അവൻ ഈ പണി ഒപ്പിക്കുന്നു. നിങ്ങളുടെ ചില താലോലിക്കുന്ന ഇഷ്ടങ്ങളുണ്ടല്ലോ, വിട്ടുപിരിയാൻ കഴിയാത്ത ഇഷ്ടങ്ങളുണ്ടല്ലോ, കർത്താവ് പറഞ്ഞാലും വിട്ടുപിരിയാത്ത ഇഷ്ടങ്ങളുണ്ടല്ലോ. ഇതിനെ താലോലിച്ച് അനുസരണക്കേടിന് ആത്മാവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടറിപ്പോകാതിരുന്നാൽ കർത്താവും രക്ഷിതാവുമായ കർത്താവിന്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. എന്നാൽ അനുസരണക്കേടിന് ആത്മാവ് വ്യാപരിക്കുന്ന ദൈവമക്കളിൽ ആമേൻ, നിങ്ങൾ ഇടറിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ള നിങ്ങളുടെ എൻട്രി പാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. സ്വർഗത്തിൽ കയറി വസിക്കുന്ന ആരെയല്ലേ പറഞ്ഞ, അവിടത്തേക്കുള്ള എൻട്രി പാസിനെ കുറിച്ച് പറഞ്ഞു. എൻട്രി പാസ് പോലും കിട്ടുകയില്ല. ഗ്യാലറി ഇരുന്ന് പോലും കളി കാണാൻ പറ്റുകയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം അനുസരിക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇടറിപ്പോകുന്നു. ഇടറിപ്പോയാൽ നിത്യത നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. അതുകൊണ്ട് 99 അനുസരിച്ചോ, നീ 1% എനിക്ക് വേണ്ടി വെച്ചേരെ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയുവാൻ. ഹല്ലേലൂയ. തീത്തോസ് 1:16 ഈ ഭാഗത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എന്തുകൊണ്ട് നമ്മളെ അനുസരണക്കേണ്ട ആത്മാവ് നടത്തുന്നു? സ്തോത്രം. അതുകൊണ്ട് എന്താണ് അവന് പ്രയോജനമുള്ളതെന്നുള്ളത് നമ്മുടെ അവസ്ഥ നമ്മൾ കാണുകയാണ്. തീത്തോസ് 1:16. അവർ ദൈവത്തെ ഞങ്ങൾ എത്ര വർഷം, 16-20 വർഷം കൂടി ഞങ്ങൾ ബന്ധിക്കോസ് തരാ പാസ്റ്ററെ, ഞങ്ങൾ അപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നെങ്കിലും പക്ഷെ നീ പറയുന്ന വെച്ച് നോക്ക്, ഇതിന്റെ പ്രവൃത്തി നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. പ്രവൃത്തികളാൽ നിഷേധിക്കുന്നു. അനുസരണം കെട്ടവരും
വളരെ അനുസരണം കെട്ടൽ എന്താന്ന് പറഞ്ഞു? ഒരു കാര്യത്തിനും യൂസ്ലെസ്, ഒരു ഗുണമില്ല. ദൈവത്തിന് സ്തോത്രം. യൂസ്ലെസ്. നമ്മൾ ഇടയ്ക്ക് പറയും, ഓ ഞാൻ അന്നൊരു 10 വാഴ വെച്ചിരുന്നെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു കൊലയെങ്കിലും വെട്ടാമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഫലമില്ലാത്തവൻ, പ്രയോജനമില്ലാത്തവര് യൂസ്ലെസ് ആക്കി മാറ്റി. എന്തിനിപ്പോഴാ നിന്നെ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചത്? ഞാൻ ഇവനെ ജാതികളിൽ ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാകുന്നു. നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇപ്പോൾ നീ ആരായി മാറി? അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ഉപയോഗമില്ലാത്തവനായി മാറി. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. ജോബ് ചാപ്റ്റർ 22:2-3. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? ദൈവത്തിന് ഉപകാരമുണ്ടോ? ദൈവത്തിന് പ്രയോജനമുണ്ടോ? ചോദിക്കുക. നിന്നെ വിടുവിച്ചത് കൊണ്ട്, നിന്നെ ഓമനപ്പുറ ചൊല്ലിയത് കൊണ്ട്, നിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട്, ഉറപ്പുള്ള പാറമേൽ നിർത്തിയത് കൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? മനുഷ്യൻ എനിക്ക് ഉപകാരമായി തീരണം, അവൻ എനിക്ക് പ്രയോജനമുള്ളവരായി തീരണം. എന്നാൽ അനുസരണക്കേണ്ട ആത്മാവ് വ്യാപരിക്കുന്ന എന്നെയും നിന്നെയും ഉപയോഗശൂന്യമായി, പ്രയോജനമില്ലാത്തവനായി ശത്രു മാറ്റിക്കളയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നല്ല അടിപൊളി ഗസ്റ്റ് വരുമ്പോൾ വെച്ചിരുന്ന നല്ല പ്ലേറ്റ് എടുത്ത് നല്ല അടിപൊളി ഒരു മട്ടൻ ബിരിയാണി അങ്ങോട്ട് ഇട്ടു. ഇത് പറയും കുറച്ച് നേരം ഉറക്കത്തിൽ എഴുന്നേക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ പറയുമ്പോൾ ചാടി എഴുന്നേ. നല്ല മട്ടൻ ബിരിയാണി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്തോത്രം, പെട്ടെന്ന് ഒരു ഈച്ച വന്നതിലോട്ടങ്ങ് വീണു. സ്തോത്രം. നല്ല പ്ലേറ്റ്, നല്ല ബിരിയാണി, നല്ല മട്ടൺ, നല്ല അടിപൊളി സ്മെല്ല്. ആരെങ്കിലും കഴിക്കൂ? ആരും കഴിക്കുക. ഇതാണ് കൃപയിൽ ജലിച്ചുയർന്നു വന്നവന്റെ ജീവിതത്തിൽ അനുസരണക്കേടിന്റെ ആത്മാവ് വന്ന് വീഴുമ്പോൾ. സ്തോത്രം. നല്ല പാത്രമായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു, ഒരു കാലത്ത് ദൈവം ഉപയോഗിച്ചവനായിരുന്നു, എത്ര ശക്തമായ സന്ദേശം പറഞ്ഞവനായിരുന്നു, എത്രത്തോളം ശക്തമായി നിന്നവനായിരുന്നു, ശ്രേഷ്ഠമായത് പകരപ്പെട്ടവനായിരുന്നു. പക്ഷേ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ സ്തോത്രം സകലതും ഉപയോഗശൂന്യമായി മാറി. സ്തോത്രം. പൗലോസ് പറയുക, ഞാൻ ജയിലിൽ വെച്ച് ഏൽപ്പിച്ച ഒരു സഹോദരനുണ്ട്. എന്താണ് അവൻ്റെ പേരെന്താണ്? ഒനേസിമോസ്. അവനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താണ്? മുമ്പേ അവൻ നമുക്ക് അതിന് 1:11 വായിച്ചു, അല്ലെ 10-11 വായിച്ചു. ഫിലോമൻ 1:10-11. അപേക്ഷിക്കുന്നത് മുമ്പേ അവൻ ഒന്നിനും ഗുണമില്ലാത്തവനായിരുന്നു. ഇപ്പോഴോ അനുസരണക്കേടിന്റെ ആത്മാവിൽ അവനെ വിടുവിച്ചപ്പോൾ, അനുസരണത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പകരപ്പെട്ടപ്പോൾ, ഉപയോഗശൂന്യമായ ഒനേസിമോസ് ഇന്ന് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനായി മാറിയിരിക്കുന്നു. എവിടെ വെച്ചാ ജനിപ്പിച്ചെന്ന് പറഞ്ഞേ? സ്തോത്രം. കുമ്പനാട്ട് വെച്ചല്ല, തടവറയിൽ വെച്ച്. സ്തോത്രം. കുറ്റവാളിയായിരുന്ന, അല്ലെങ്കിൽ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന, ഒരു ഗുണമില്ലാത്ത തടവറയിൽ വെച്ച് ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മകനായവൻ പുറത്തു വന്നപ്പോൾ അവൻ അകത്തോട്ട് പോയതുപോലല്ല അവൻ പുറത്തോട്ട് വന്നത്. മുമ്പേ ഉപയോഗശൂന്യമായി അകത്തേക്ക് വന്നെങ്കിൽ ഇന്ന് ഉപകാരമുള്ളവനായി ദൈവനെ പുറത്തേക്ക് വിട്ടു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് പറയുന്നു, 2 തിമോത്തി 4:10-11 വായിക്കുമ്പോൾ പറയുന്നു, എന്റെ കൂടെ നടന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. എന്റെ കൂടെ നടന്നവൻ, ഒരുമിച്ച് സുവിശേഷം കൈത്താങ്ങുന്നവൻ, ഒരുമിച്ച് പ്രസംഗിച്ചവൻ, ഒരുമിച്ച് ആരാധിച്ചവൻ, അവൻ ഇപ്പോൾ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. സ്തോത്രം. അടുത്തത്, ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമത്യയ്ക്കും പോയി. പലരും എന്നെ വിട്ട് ദൂരത്തേക്ക് ഓടിപ്പോയി. എന്നാലോ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. അത് മാത്രമല്ല, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ മർക്കോസ് അവൻ ഉപയോഗമുള്ളവനായതുകൊണ്ട് അവനെ കൊണ്ടുവരിക. ഒന്നോർത്തുകൊള്ളുക, ദേമാസിനെ പോലെ നീ ഓടിപ്പോയാൽ, മറ്റുള്ളവനെ പോലെ നീ ഓടിപ്പോയാൽ നീ നഷ്ടപ്പെട്ടു പോകും. നിനക്ക് പകരം ഉപയോഗമുള്ളവനെ കർത്താവ് തെരഞ്ഞെടുത്ത് തന്റെ വേലയ്ക്കായി ഭൂമിയിൽ ഉപയോഗിക്കും. സ്തോത്രം. എന്തിനനുസരണക്കേണ്ട ആത്മാവ്?
നിന്നെ ഉപയോഗിക്കേണ്ട തരത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാതിരിപ്പാൻ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ശത്രു നിന്നോട് യുദ്ധം ചെയ്യുകയാണ്. പറയുന്നു, നീ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിനെ എടുത്ത് വേസ്റ്റ് ഇട്ട ചെന്തിയാനെ പറഞ്ഞ കാലമുണ്ട്. ചവിട്ടി മറ്റുള്ള മനുഷ്യർക്ക് ചവിട്ടി ഉരയ്ക്കാൻ കൊള്ളു. നിന്നെ വേസ്റ്റാക്കി മാറ്റുക. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി എവിടെ കൊണ്ടിടും? തീക്കകത്ത് കൊണ്ടിടും. ഫലം കായ്ക്കാത്ത, പ്രയോജനമില്ലാത്ത, ഉപകാരമില്ലാത്ത, ഉപയോഗശൂന്യമായ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട ഞാനും നീയും ഉപയോഗശൂന്യമായ പാത്രമാക്കി മാറ്റി നിന്നെ വേസ്റ്റാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ശത്രു നിന്റെ അകത്ത് വന്ന് അനുസരണക്കേടിന്റെ ആത്മാവിനെ കൊണ്ട് താരാട്ടുപാടി നിന്നെ ഉണർത്തുന്നത്. സ്തോത്രം. 9 മണിക്ക് മീറ്റിംഗ് കാരണം 7:30 അലാറം വെച്ചു. അലാറം അടിച്ചപ്പോഴും മറ്റേ പുള്ളി വന്ന് കൂടെ ഒരു പാട്ട്, വാവോ, വളരെ പതുക്കെ കൈ ഇങ്ങനെ ഉറക്കത്തിൽ തപ്പി ഒരൊറ്റ അടി അതിനോട് കൂടെ വെച്ച് തിരിഞ്ഞങ്ങ് കിടന്ന. സ്തോത്രം. എന്നാൽ ജോലിക്ക് പോകുമ്പോഴോ 3 അലാറവാ. എന്തിനു വേണ്ടിയാ? ആദ്യം അവിടെ ചെല്ലണം, മാനേജർ എന്നെ കാണണം, എല്ലാവർക്കും എന്നെക്കുറിച്ച് അഭിമാനം തോന്നണം. ചർച്ച വരുമ്പോൾ അലാറം വെച്ചാ വെച്ചു, വെച്ചില്ലേ വെച്ചതോ അടിച്ച് തട്ടി താഴെയിടും. കാരണം അവിടെ നീ ഷൈൻ ചെയ്തോ, ഇവിടെ നീ അനുസരണക്കേട് ആത്മാവോട് നിന്നാ മതി. ഇവിടെ നീ അനുസരണക്കേട് ആത്മാവോട് നിന്നാ മതി. എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിൽ നീ കിടക്കണം. സ്തോത്രം, സ്തോത്രം. നിത്യതയിലേക്കുള്ള പ്രവേശനം എനിക്ക് തടയണം. സ്തോത്രം. അത് മാത്രമല്ല, ഞാൻ നിന്നെ വിലയേറിനും മാനിനുമെന്ന് കർത്താവ് വിളിച്ച നിന്നെ ഏറ്റവും നികൃഷ്ടമാക്കി ഈ ലോകത്തിൽ നിന്നെ ചപ്പുകോട്ടയിൽ വലിച്ചെറിയണം. അതിനുവേണ്ടി അനുസരണക്കേട് ആത്മാവുമായി ശത്രു നിന്റെ അടുത്ത് വന്ന് താരാട്ട് പാടുമ്പോൾ പിശാചി എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തേക്കണം? ഓടിച്ചു വിട്ടേക്കണം. സ്തോത്രം, സ്തോത്രം. വചനം വായിക്കാത്തവർ ഇന്നു മുതൽ വചനം വായിക്കട്ടെ. കർത്തൃവേലയ്ക്ക് പോകാത്തവർ ഇന്നു മുതൽ കർത്തൃവേലയ്ക്ക് പോകട്ടെ. കർത്തൃനാമത്തിൽ കൊടുക്കാത്തവർ കർത്തൃനാമത്തിൽ കൊടുക്കട്ടെ. ആമേൻ. സമയത്ത് ആ മീറ്റിംഗ് സമയം മീറ്റിംഗ് വരട്ടെ. ദൈവം നിന്നെ എന്തെല്ലാം ബോധ്യപ്പെടുത്തിയോ അത് മുഴുവൻ അനുസരിപ്പാൻ, മരണം വരെ അനുസരിപ്പാൻ, ഒരു തികഞ്ഞ അനുസരണമുള്ള ദൈവത്തിലായി എന്നെ നിന്നെ കാണുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുക. സ്തോത്രം, സ്തോത്രം. 5 ഉള്ളവൻ 5 നേടി, തികഞ്ഞ അനുസരണം. 2 ഉള്ളവൻ 5 നേടിയില്ല, 2 കൂടെ നേടി, തികഞ്ഞ അനുസരണം. 1 ഉള്ള ഞാനും നീയും കുഴിച്ചു മൂടിയിട്ട് എവിടെ? പുതപ്പിനടിയിൽ കിടന്നുറങ്ങി. നിന്റെ ഉള്ളത് കൂടെ എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. നിന്റെ ഉള്ളത് കൂടെ ആരോഗ്യമുള്ളപ്പോൾ, ജ്ഞാനമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, വചനം പറഞ്ഞ് യൗവനകാലത്ത് ആരെ ഓർക്കാൻ പറഞ്ഞു? സൃഷ്ടാവിനെ ഓർക്കത്. പറഞ്ഞാൽ നീ എല്ലാം കഴിഞ്ഞ് ചാകാറാകുമ്പോൾ ഇനി ഞാൻ കർത്താവിന് വേണ്ടി പോകാന്നല്ല. നിന്റെ നല്ല ഉശിരുള്ള സമയത്ത്, നീ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് മുതൽ നീ കർത്താവിന് വേണ്ടി ജീവിക്ക്. അനുസരണത്തിന്റെ തികവുള്ളവനായി മാറ്. അനുസരണക്കേണ്ട മക്കളിൽ നിന്ന് അനുസരണത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ ഒരുവൻ കാൽവറിയിൽ വില കൊടുത്തു. സ്തോത്രം. ആ വില നിങ്ങൾ മറന്നു പോകരുത്. ആ വിലയാണ് എന്നെയും നിന്നെയും വിലയേറിയവനും മാന്യനുമാക്കി മാറ്റിയത്. ആ വിലയില്ലാത്തവനാക്കി മാറ്റുവാൻ പോലും അനുസരണക്കേണ്ട ആത്മാവിനെ ഗുഡ് ബൈ പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിനായി ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവം നമുക്ക് എഴുന്നേൽക്കാം.